ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ ലോലിപോപ്പ് ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പ് ഉണ്ടാവും. ഇതുപോലെ ചെയ്തിട്ട് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1/4 കപ്പ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 കപ്പ് ബ്രെഡ് ക്രംസ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഫസ്റ്റ് ഈ കിഴങ്ങിലേക്ക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സവാള, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പൊടികളും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കവറിങ്ങിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, കുറച്ച് ടൂത്ത് പിക്കും വേണം. അപ്പോൾ ഫസ്റ്റ് ഈ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഒട്ടും തിക്കാവാൻ പാടില്ല, ഇതുപോലെ ലൂസാവണം ബാറ്റർ. ഇനി ഓരോ ബോൾസും മൈദമാവിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ബോൾസ് ഇട്ട് ഫ്രൈ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. പൊട്ടറ്റോ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെയും ബൈ.